മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ I welcome you to this program. ഈ പരിപാടിയിൽ IPP റിമാർക്ക് ചെയ്യാൻ ഇവിടെ ഉള്ളത് നമ്മുടെ ഞങ്ങൾ ക്ഷണിച്ച അതിഥികളെയും JCI ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. We firmly believe that service to humanity is the best work of life. With this, ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് JCI, be better. Our program director, JC Ajit Kumar, and all ladies and gentlemen, and all the dignitaries out there, very good evening to all. It is with great pride and gratitude that I welcome you all to the ceremony of installation. To the installation ceremony of JCI Kasaragod for the year 2026. Our journey for the year 2025 began with a strongly work on the installation program held on 13 December 2024, which set the tone for an active, disciplined, and impactful year. I was truly privileged to work with a dedicated leadership team, that is our IPP, Chairman Mohiuddin Khair, whose guidance ensured continuity and stability. Secretary Jesse Maksud, the backbone of coordination, treasurer. Inaugurated by the District Collector, Sri Ibashekaran IAS, became a flagship career guidance initiative during Ladies' Night Walk, highlighted the importance of empowerment, safety, and recognition, touching many lives with purpose and dignity. Sports and celebration raised the new heights with JPL Season 3, and the wreaths of Golden Jubilee logo making proud milestones in the 50th year journey of JCI Kasaragod. കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, JCI കാസർഗോഡിന്റെ 2026 വർഷത്തെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം JCI കാസർഗോഡിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നിവിടെ 50 വർഷം പൂർത്തീകരിക്കുകയാണ്. JCI കാസർഗോഡിനെ കുറിച്ച് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. കഴിഞ്ഞ 2024 വർഷത്തെ JCI കാസർഗോഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്നിപ്പോ IPP എന്ന പൊസിഷനിൽ ഇവിടെ നിന്ന് വിടവാങ്ങുമ്പോൾ ഒരു JCI പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം 3 വർഷം ഈ ഒരു വേദിയിൽ സൃഷ്ടിക്കുകയാണ് പ്രധാനം. ഓരോ അംഗവും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധം നൽകുന്ന ക്വാളിറ്റി ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഫാമിലി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ഇവയെല്ലാം ശക്തമാക്കും. യുവാക്കളുടെ കരിയർ വികസന പരിപാടികൾ, ആരോഗ്യം, പരിസ്ഥിതി, വിദ്യാഭ്യാസം എന്നിവയിൽ ശക്തമായ ഇമ്പാക്റ്റ് പ്രൊജക്റ്റ്, JCI ബ്രാൻഡ് വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന സിഗ്നേച്ചർ ഇവൻറ്റ്സ് ഇവയെല്ലാം ശക്തമായി ഈ വർഷം നടപ്പാക്കും. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ 50 വർഷത്തെ പ്രൗഢി ഉയർത്തിക്കാട്ടുന്ന ഗോൾഡൻ ജൂബിലി മെഗാ പ്രൊജക്ട് ഇത് JCI കാസർഗോഡിൻ്റെ ചരിത്രം പതിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. സംസാരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ നാട്ടുകാരാണ് ഞാനും നിങ്ങളും. തീർച്ചയായും നാം എന്താണോ കൊതിക്കുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
JCA എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ പിറവിയെടുത്തത് മുതൽ 1, 2, 3, 4 വർഷങ്ങളല്ല, മറിച്ച് നീണ്ട 50 വർഷങ്ങൾ ഈ നാടിന് എന്താണോ കൊടുത്തത് അത് നമുക്കെല്ലാവർക്കും കിട്ടി എന്നതാണ് ഈ ഒരു പ്രൗഢഗംഭീരമായ സദസ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട ZP സർ, ഇത് ഈ മണ്ണ് ആവശ്യപ്പെടുന്നത് ഇനിയും ഒരുപാട് ലോക്കൽ ഓർഗനൈസേഷനുകൾ ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വരണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇന്ന് ഇവിടെ പ്രസിഡന്റായി ചുമതലയേറ്റ പ്രിയപ്പെട്ട നിസാർ സർ, ഞാൻ കുറച്ച് റിസർച്ച് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായത് ഈ JCI എന്ന് പറയുന്നത് അത്ര നിസ്സാര സംരംഭമൊന്നുമല്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. ഇപ്പം ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പം കല കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും ഒക്കെ നമ്മളുടെ ഏറ്റവും പ്രഥമ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ വികസനം, നന്മ, ഉയർച്ച, ഇതൊക്കെയാണ്. അത് തന്നെയാണ് JCI പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും ഒരുപാട് സ്കോപ്പും തുറന്നു കൊടുക്കുന്നതാണ്. അതിലൂടെ സിൽവർ ജൂബിലി സെലിബ്രേഷനാണ്. അപ്പോൾ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനാണ്. അപ്പം JCIയുടെ കാസർഗോഡ് സോൺ 19ൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ MB ആണ് പഠിച്ചത്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസോ ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യത്തിലൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഐ എം കമ്മിങ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. വീട്ടുകാരൊക്കെ ഡെയിലി ഡെയിലി ലിവിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അതൊക്കെ കൊണ്ട് ടെൻഷൻ, സ്പേസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൂടെയൊക്കെയാണ് വളർന്നത്. പിന്നെ എൻ്റെ ഒരു സ്ട്രഗിളായിരുന്നു ഇവിടെ വരെ എത്താന്നുള്ളത്. ഞാനൊരു പക്ഷെ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ. And all the very best for the current leaders and current members and the upcoming people also who are going to be proactive and JCI especially Kasaragod Zone 19 ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി ഡൈവേഴ്സിഫൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. സൗന്ദര്യം നമ്മൾ ആഗ്രഹിക്കും, ആസ്വദിക്കും. നമുക്ക് നല്ല സൗന്ദര്യം വേണമെന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിക്കും. നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ചെലവാക്കപ്പെടുന്ന വസ്തുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടി മെറ്റീരിയൽസ് ആണ്. അത് ഫേസ് നമ്മൾ വെളുപ്പിക്കാൻ വേണ്ടി തേക്കുന്ന ക്രീമുകളാണ്. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ നമ്മൾ കാണുന്നു, അങ്ങനെ പല സൗന്ദര്യം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ചില ആളുകളുടെ പ്രൊഫഷന്റെ ഭാഗമായി അത് ആവശ്യമാണ്. പക്ഷെ ഒരു പരിധി വിട്ടപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഈ എന്താ പറയുന്നത്, നമ്മുടെ കയ്യിലാണ് ഈ ലോകം എന്ന് പറയുന്നത് തെറ്റില്ല. മൊബൈൽ തുറന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് മൊബൈൽ തുറന്നാൽ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം ചെലവാക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഇടയിലുള്ള കുറച്ച് ആളുകൾ ഇതിലിങ്ങനെ എഡിക്റ്റ് ആവുന്ന അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കൂടി വരുന്നത് എന്നാണ് പറയുന്നത്. ഈ സിനിക്കൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. One knows the price of everything, value of nothing. എല്ലാ വസ്തുക്കളുടെ പ്രൈസ് അറിയാം. വാച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല, വാച്ച് ധരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അതിന്റെ പ്രൈസ് അറിയാം. 2000, 3000 അല്ലെങ്കിൽ 4000 നമ്മൾ ധരിക്കുന്ന നല്ല കോസ്റ്റ്ലി ഡ്രസ്സ്, നമുക്കതിന്റെ പ്രൈസ് അറിയാം. പക്ഷേ അതിന്റെ അകത്തിരിക്കുന്ന ഈ ഒരു മനുഷ്യന്റെ വാല്യൂ എന്താണ് എന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ്.
ഞാനൊരു കാരണവശാലും ലേറ്റ് ആവാൻ പാടില്ല. അദ്ദേഹം വരുമ്പം അദ്ദേഹത്തെ സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് കൃത്യസമയത്ത് വന്നു. പക്ഷെ ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോഴാണ് ഒരു യഥാർത്ഥ ലീഡർ ഉണ്ടാവുന്നത്. ഒരു തെറ്റ് തിരുത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ ലീഡർ ഉണ്ടാവുന്നത്. JC-ന്റെ സോൺ 19 നയിക്കുന്ന ഈ 2026 വർഷത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ ഞാൻ അത് എക്സാമ്പിളായി കാണിക്കണം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം.
ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാൻ ഇതിഹാസം ഇന്ത്യ തന്നെ മക്കളും നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം at all times. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.